കിച്ചൺ ഒരുങ്ങി കഴിഞ്ഞു. എന്തിന്? ഊണിന്. അപ്പൊ കിച്ചൺ പറയണ്ടേ എന്തൊക്കെ കറികളാന്ന്? കിച്ചൺ തൽക്കാലം പറയാൻ പറ്റില്ലാത്ത കാരണം അമ്മ പറയും. കിച്ചണിലെ മെയിൻ താരം പറയും. ലളിതമായ എന്നാൽ ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള കറികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിലും ലളിതമായ കറികളാട്ടോ ഞങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവുകയുള്ളൂ. പിന്നെ നൊയമ്പില്ലാത്ത സമയങ്ങളിൽ ഫിഷ് കറി കാണുമെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയൊക്കെ ആണ് ഞങ്ങളുടെ പരിപാടികൾ. അപ്പൊ ഓക്കെ, ചോറ് തിളയ്ക്കുന്നു. നല്ല തിളയ്ക്കുന്ന പാലക്കാടൻ മട്ട റൈസ്. അടുത്തത് പനീർ, ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ക്യാരറ്റ്, സവോള ഇട്ടിട്ടുള്ള വെജ് മസാല. അത് ഞങ്ങൾ സാമ്പിൾ ആയതുകൊണ്ട് കുറച്ചുണ്ടാക്കി നോക്കിയതാ. തെറ്റില്ല കേട്ടോ, നല്ല കറിയല്ല, തെലങ്കാന കറിയല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, സാമ്പിൾ ആയതുകൊണ്ട് കുറച്ച് പനീറൊന്നും കളയണ്ടല്ലോ എന്നോർത്ത് കുറച്ച് ഉണ്ടാക്കി നോക്കിയതാ. പക്ഷെ തരക്കേടില്ല. ഇനി നമുക്ക് കൂടുതൽ വെജിറ്റബിൾ ഇട്ട് ഒരു ദിവസം കാണിക്കാം. നോയമ്പ് കഴിയണതിന് മുമ്പ് തന്നെ കാണിക്കാം കേട്ടോ നിങ്ങൾ. അടുത്തത് സ്ഥിരം കാണണ വളയംകുടൻ വാഴയുടെ കൂമ്പ്, വൻപയറിട്ട സവോള ഇട്ടിട്ടുള്ള തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ ഉണ്ട്. 3 വ്യത്യസ്തമായ തൈര് കടുക് പൊട്ടിച്ചതാ. അതിനും ഉണ്ടോ വ്യത്യസ്തത? ക്രഷ്ഡ് ചില്ലി ഇട്ടുന്നു. പിന്നെ കടുക്, വേപ്പില, ഉള്ളി, ഉലുവ. ആ കുഞ്ഞു പാത്രത്തില് പുണത്തിലൊന്നും മേടിച്ച പാത്രം ഇതുകൊണ്ട് കുറ വയ്ക്കാൻ വേണ്ടി. പിന്നെ എന്റെ സ്പെഷ്യൽ ഇന്ന് ഇതിന് ഇച്ചിരി പുളിയുണ്ട്. ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയതിന് പുളി തീരെ ഇല്ലായിരുന്നു. ഇന്ന് ഇതിന് പുളിയുണ്ട്. നാളെ ഞാനേ ഇവിടെ മാങ്ങ എരിഞ്ഞു കൊടുത്തപ്പോ നൈക വന്നതില്ല. അപ്പൊ പറമ്പിൽ ഞാൻ ഓടിച്ചെന്ന് എന്തോ ഒരു ആവശ്യത്തിന് വന്നാ കൊച്ചി സന്ധ്യ വാറായിപ്പ. അപ്പൊ ഞാൻ കയ്യിൽ മാങ്ങ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോള് തിന്നോന്നറിയില്ല, ഭയങ്കര പുളിയാന്ന് പറഞ്ഞ ഒരു പീസ് കൊടുത്ത് ചമ്മന്തിക്ക് തൊണ്ട എത്തിക്കൊണ്ടപ്പോൾ അത് ഓടി വന്നേ. അന്നേരം ഇല്ലേ എന്നോട് പറയാ കേട്ടോ, ഇതിന് പുളിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല മോളെ ഒരുപാട് പുളി എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാ എനിക്ക് കട്ടും പുളി ഇഷ്ടമാണ്, ഇരുമ്പമ്പുളിയുടെ ഒക്കെ പുളി ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുമ്പുളി മൂക്കട്ടെ പറയാന്ന്. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കൊച്ചാട്ടോ. ഓക്കെ, എല്ലാം വിളമ്പി കഴിഞ്ഞുട്ടോ. ഇനി വേഗം പോയി ചോറുണ്ടോ.